അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറിയ സംഘത്തിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. അവരുടെ അടുത്തിലെത്തിയിട്ട് ചോദിച്ചു, മിമ്മനിൽ ഖൗം, ആരാ നിങ്ങൾ ആരാ? അവർ പറഞ്ഞു, മിനൽ ഖസ്റജ്, ഞങ്ങൾ ഖസ്റജിൽ നിന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ഓടി. ഇവർ യഥിരിബുകാരാണ്. മക്കയിൽ നിന്ന് ഏകദേശം 400 മൈൽ അകലെയുള്ള യഥിരിബ് എന്നൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് അധിവസിക്കുന്നവർ പ്രധാനമായും 2 കുടുംബങ്ങളാണ്. ഒന്ന് ഔസ്, രണ്ടാമത്തേത് ഖസ്റജ്. അപ്പോൾ യഥിരിബിലെ ഏറ്റവും പ്രധാനികളായ ഖസ്റജ് കുടുംബത്തിൻ്റെ പ്രതിനിധികളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ഖസ്റജുകളാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും മറ്റൊരു ചോദ്യം ചോദിച്ചു. സത്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ നബിക്ക് ആളെ മനസ്സിലായല്ലോ. ഇനി തനിക്ക് എന്താണ് പറയാനുള്ളത് എങ്കിൽ പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശേഷി, സിദ്ധി എന്നൊക്കെ പറയുന്നതാണ്. നബി അവരോട് ചോദിച്ചു, അമിൻ മവാലിയൽ യഹൂദ്, ജൂതന്മാരുമായി സന്ധിയിലിരിക്കുന്ന ആൾക്കാരിൽപ്പെട്ടവരാണോ എന്ന് ചോദിച്ചു. ഖസ്റജ്, ഔസ്, യഥിരിബിലെ ഖസ്റജുകളും ഔസും ഈ 2 കുടുംബങ്ങളും യഹൂദന്മാരുമായി സന്ധിയിലിരിക്കുന്നവരും യഹൂദന്മാരുമായി ബന്ധങ്ങളിലിരിക്കുന്നവരുമാണ് എന്നത് എല്ലാ അറബിക്കും അറിയാം. ആയതുകൊണ്ട് ഞങ്ങൾ ഖസ്റജുകളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ, അത് കേട്ടാൽ പിന്നെ നിങ്ങൾ ജൂതന്മാരെ മവാലികളാണോ അല്ലെങ്കിൽ യഹൂദന്മാരുടെ മവാലികളല്ലേ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നബി അങ്ങനെ ചോദിച്ചത് എന്താണെന്നറിയാമോ? അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് യഹൂദികൾ. അപ്പോൾ അവർ കരാറിൽ ഏർപ്പെട്ട ആൾക്കാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, ഓ നിങ്ങൾ അവരുടെ ആൾക്കാരാണോ എന്ന് പറയുമ്പോൾ അത് അവർക്ക് തന്നെ ഒരു പ്രകീർത്തനമായി തോന്നിപ്പോകും. മഹാനായ നബിയുടെ പ്രബോധനത്തിൻ്റെ ശാസ്ത്രീയ അർത്ഥതലങ്ങൾ ഇങ്ങനെ വളരെ വലുതാണ്. അതുകൊണ്ട് അവരുടെ മനസ്സ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നുകൂടി ഉണർന്നു. അവരുടെ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. അതെ, ഞങ്ങൾ യഹൂദികളുടെ മവാലികളാണ്. പിന്നെ നബി ചോദിച്ചു, ഞാൻ കുറച്ച് സമയം നിങ്ങളുടെ അടുക്കൽ ഇരുന്നോട്ടെ? അവർ പറഞ്ഞു, അതിനെന്താ, ഇരുന്നോളൂ. കാരണം അങ്ങനെയൊക്കെ സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു തരത്തിലുള്ള വളരെ ചെറിയ ഒരു ഹൃദയബന്ധം അവിടെ അപ്പോഴേക്കും ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഹൃദയബന്ധമാണ് അവിടെ പിന്നെ പ്രവർത്തിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ അടുക്കൽ ഇരുന്നു. എന്നിട്ട് വളരെ മനോഹരമായി തൻ്റെ ആശയം, തൻ്റെ ദൗത്യം അവതരിപ്പിച്ചു. അവർ 6 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 6 പേരും ഈ ആഗതൻ അവരുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവരുടെ മനസ്സുകൾ പിന്നോട്ട് പാഞ്ഞു. അവരാലോചിച്ചു, സാധാരണഗതിയിൽ യഥിരിബിൽ ഔസുകളും ഖസ്റജുകളും തമ്മിൽ ഇടയ്ക്കിടെ ചെറിയ ചെറിയ യുദ്ധങ്ങളുണ്ടാവും. ചെറുത് എന്നല്ല, വലിയ യുദ്ധങ്ങൾ തന്നെ ഉണ്ടാവും. ഏതാനും കാലം മുമ്പാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അവർക്കിടയിൽ വലിയൊരു യുദ്ധം നടന്നത്. ബുആത്ത് എന്നാണ് ആ യുദ്ധത്തിൻ്റെ പേര്. അന്ന് യഹൂദികളായിരുന്നു ഒരു ഭാഗത്ത്. അന്ന് യഹൂദികൾ പറയുമായിരുന്നു, അപ്പോൾ മാത്രമല്ല പലപ്പോഴും പറയുമായിരുന്നു, ഇനിയും ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകനെ മുന്നിൽ നിർത്തി ഞങ്ങൾ ഇതിനെല്ലാം പകരം വീട്ടും എന്നവർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, അവരെപ്പോഴും പറയാറുള്ള ആ പ്രവാചകൻ ഒരു പക്ഷേ ഇയാൾ തന്നെയായിരിക്കും, ഇദ്ദേഹം തന്നെയായിരിക്കും എന്നൊരു തോന്നൽ വന്നു. അത് അവർക്കിടയിലുള്ള സംസാരത്തെ കൂടുതൽ ആശ്വാസകരമാക്കി മാറ്റുകയും ചെയ്തു. ആ അവസ്ഥ ഉപയോഗപ്പെടുത്തി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നബിയുടെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു, ഈ ദീനിൻ്റെ സവിശേഷതകൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോൾ അവർക്കെല്ലാം അത് വളരെ താല്പര്യമുള്ളതായി തോന്നി.
അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അള്ളാഹു, ദീൻ, ആകാശത്തിൽ നിന്ന് വരുന്ന ദിവ്യബോധനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ. ഇത്തരം പ്രയോഗങ്ങളും ഇത്തരം അർത്ഥങ്ങളുമൊക്കെ ഒരു സാധാരണ അറബിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപരിചിതമാണ്. അതുകൊണ്ടാണ് അവർ വല്ലാതെ ഇതെല്ലാം പറയുമ്പോൾ തള്ളിക്കളയുന്നത്. അതേസമയം യഹൂദന്മാർക്കിടയിൽ ജീവിക്കുന്ന യഥിരിബുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ടേംസ് എല്ലാം, ഈ ഇസ്തിലാഹാത്തുകളെല്ലാം, ഈ സാങ്കേതിക പ്രയോഗങ്ങളെല്ലാം അവർക്ക് കുറച്ചുകൂടി ഫെമിലിയറാണ്, കുറച്ചുകൂടി പരിചിതമാണ്. അത് ടെൻഷൻ കുറക്കാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം, യഥിരിബിൽ എപ്പോഴും ആഭ്യന്തര കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാകുമായിരുന്നു. അതിനൊരറുതി വരണമെങ്കിൽ യഥിരിബിൽ ഒരു നേതാവ് വരണം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷേ ആ നേതാക്കന്മാരെല്ലാം ഒന്നുകിൽ യഹൂദന്മാരുടെ നേതാക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ ഖസ്റജിൻ്റെ നേതാക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ ഔസിൻ്റേതായിരിക്കും. അവരെയെല്ലാം മാറ്റി നിർത്തി പുതിയൊരു നേതാവിൻ്റെ താരോദയം ഉണ്ടായാൽ ഒരു പക്ഷേ നാട് സമാധാനത്തിലേക്ക് നീങ്ങും എന്നും അവർ കരുതി. ആയതിനാൽ അവർ ഒന്നുകൂടി നബിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.